പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 258 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ബർത്തലോമിയോയ്ക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ ലൂയിസ് ഒമ്പതാമനെ കുറിച്ചാണ്. തൻ്റെ 12ാമത്തെ വയസ്സിൽ ഫ്രാൻസിലെ രാജാവായി തീർന്ന വിശുദ്ധ ലൂയിസ് ഒമ്പതാമനെ മതപരമായ ഔന്നത്യത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് അദ്ദേഹത്തിൻ്റെ മാതാവായിരുന്ന കാസ്റ്റലയിലെ ബ്ലാഞ്ചെ ആയിരുന്നു. തൻ്റെ ജീവിതകാലം മുഴുവൻ അഗാധമായ ദൈവഭക്തി വെച്ചു പുലർത്തിയിരുന്ന ഒരാളായിരുന്നു വിശുദ്ധൻ. ഒരു രാജാവെന്ന നിലയിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒരു യഥാർത്ഥ വിശുദ്ധനേതുപോലെ തന്നെയായിരുന്നു. രാജ്യത്തിൻ്റെയും ക്രിസ്ത്യൻ ലോകത്തിൻ്റെ ക്ഷേമത്തിനായി തൻ്റെ ജീവിതം തന്നെ ലൂയിസ് സമർപ്പിച്ചു. ഒരു നല്ല സമാധാന സ്ഥാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. നിരവധി രാജാക്കന്മാർ തമ്മിലുള്ള തങ്ങളുടെ തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിന് നിരന്തരം വിശുദ്ധന്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. വിനീതമായ ഹൃദയത്തിന് ഉടമയായ വിശുദ്ധ ലൂയിസ് തന്റെ പദവിയെ വകവയ്ക്കാതെ പാവങ്ങൾക്ക് സഹായമാവുകയും കുഷ്ഠരോഗികളെയും മറ്റു രോഗികളെയും സ്വയം പരിചരിക്കുകയും ചെയ്തിരുന്നു. ദൈവഭക്തിയിലും ദിവ്യകാരണ സ്വീകരണത്തിലും വിശുദ്ധൻ വളരെയധികം ആവേശം കാണിക്കുകയും അതിനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. യുദ്ധകളത്തിൽ ധീരനും സൽക്കാരങ്ങളിൽ മാന്യനുമായിരുന്ന ലൂയിസ് ഉപവാസവും കർക്കശമായ ജീവിതരീതിയും പാലിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാകട്ടെ നീതിയിലും വിശുദ്ധിയിലും സമാധാനത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങളിലും അധിഷ്ഠിതമായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റേത് ഒരു ദുർബലമായ ഭരണമായിരുന്നില്ല, മറിച്ച് തലമുറകളോളം മാതൃകയാക്കിയ ഒരു നല്ല ഭരണമായിരുന്നു ലൂയിസ് കാഴ്ചവെച്ചത്. സന്യാസ സഭകളുടെ ഒരു വലിയ സുഹൃത്തും തിരുസഭയുടെ ഒരു വലിയ ഉപകാരിയുമായിരുന്നു വിശുദ്ധ ലൂയിസ്. വിശുദ്ധ നഗരത്തിന്റെ മോചനത്തിനു വേണ്ടി കുരിശുയുദ്ധത്തിനിടയിൽ ടൂണീസിന് സമീപമാണ് വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചത്. ആരാധനക്രമ ഗ്രന്ഥത്തിൽ വിശുദ്ധനെ കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഏതാണ്ട് 20 വർഷത്തോളം രാജാവായിരുന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് കഠിനമായ രോഗം പിടിപെടുന്നത്. വിശുദ്ധ നഗരത്തിന്റെ മോചനത്തിനായി കുരിശുയുദ്ധം നടത്തുവാനുള്ള പ്രതിജ്ഞയെടുക്കുവാൻ അത് കാരണമായി. രോഗത്തിൽ നിന്ന് മോചിതനായ ഉടൻ തന്നെ പാരീസിലെ മെത്രാനിൽ നിന്നും കുരിശ് യുദ്ധക്കാരുടെ കുരിശ് അദ്ദേഹം സ്വീകരിക്കുകയും ഒരു വലിയ സൈന്യത്തിന്റെ അകമ്പടിയോടുകൂടി 1248 സമുദ്രം മറികടക്കുകയും ചെയ്തു. യുദ്ധത്തിൽ ലൂയിസ് ശത്രുക്കളെ പരാജിതരാക്കിയെങ്കിലും പ്ലേഗ് ബാധ മൂലം അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടമായി. തുടർന്ന് 1250 അദ്ദേഹം ആക്രമിക്കപ്പെടുകയും പിടിക്കപ്പെടുകയും ചെയ്തു. അതിനാൽ സാരസൻസുമായി സമാധാന സന്ധിയിൽ ഏർപ്പെടുവാൻ രാജാവ് നിർബന്ധിതനാവുകയും വലിയൊരു മോചനദ്രവ്യം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സൈന്യവും മോചിതരാവുകയും ചെയ്തു. രണ്ടാം കുരിശുയുദ്ധത്തിനിടയ്ക്ക് വെച്ച് പ്ലേഗ് ബാധ മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടത്. ട്രിനിറ്റാരിയൻ 3ാം സഭയിൽ അംഗമായിരുന്ന ലൂയിസ് ഫ്രാൻസിസ്കൻ സഭയുടെ ഒരു ശക്തനായ സഹായി കൂടിയായിരുന്നു. അതിനാൽ തന്നെ രാജാവിന്റെ സഹായങ്ങൾക്ക് പ്രത്യുപകാരമായും അദ്ദേഹത്തിന്റെ കത്തോലിക്കാപരമായ ജീവിത മാതൃകയും വിശുദ്ധ ബൊനവന്തൂരയെ ആകർഷിച്ചിരുന്നു. ടുണീസിൽ വെച്ച് വിശുദ്ധൻ മരണപ്പെടുന്നതിന് ഒരു ദശകം മുമ്പ് തന്നെ വിശുദ്ധ ബൊനവന്തൂര ഫ്രാൻസിസ്കൻ സഭയുടെ ജനറൽ സമ്മേളനത്തിൽ വെച്ച് വർഷം തോറും ഒരു ദിവസം വിശുദ്ധന് വേണ്ടിയുള്ള പ്രത്യേകം പ്രാർത്ഥനകളും ഭക്തിയും ആചരിക്കേണ്ടത് ആവശ്യമാണെന്ന് നിർദ്ദേശിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം സമിതി ആ നിർദ്ദേശം സ്വീകരിക്കുകയും ലൂയിസ് ഒമ്പതാമന്റെ മരണശേഷം ഫ്രാൻസിസ്കൻ സഭ അദ്ദേഹത്തിന് വിശുദ്ധ പദവിക്ക് വേണ്ടിയുള്ള പ്രചാരണം തുടങ്ങുകയും ചെയ്തു. ലൂയിസ് ഒമ്പതാമൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഉടൻ തന്നെ സെക്യുലർ ഫ്രാൻസിസ്കൻ സഭയും ഫ്രാൻസിസ്കൻ തേർഡ് ഓർഡർ റെഗുലർ സഭയും അദ്ദേഹത്തിനെ തങ്ങളുടെ സംരക്ഷകനും മധ്യസ്ഥനുമായി ആദരിച്ചു തുടങ്ങി. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. മനുഷ്യരെ വേദനിപ്പിക്കുമ്പോൾ സ്വന്തം വിലാസം എഴുതി കത്തയക്കുന്നത് പോലെയാണ്. അതുപോലൊരു വേദന നമ്മളെയും ഒരിക്കൽ തേടി വരും. ഏവർക്കും നന്ദി.